ഹലോ അപ്പൂപ്പ സബോളിനല്ലേ? ആ അതാ മേടിച്ചത്. പിന്നെ എന്റെ കൂട്ടുകാരെ വീട്ടിലോട്ട് വരാം, അമ്മ രാത്രി ഇരുത്തണം കേട്ടോ. ഞങ്ങോട്ട് പറയടേ. ഇത് ഇന്റർലോക്ക് വെച്ചപ്പോ കൂടെ വെച്ചാണ് വരുന്നില്ലല്ലേ? രാവിലെ ഊര് കണ്ടിറങ്ങാതെ വീട്ടിൽ നിന്ന് വല്ലതും കഴിക്കണം, അപ്പൊ കുറച്ച് ആരോഗ്യം കിട്ടും പറിക്കാൻ. ചക്കയൊന്നും ഇല്ലെങ്കിൽ പ്ലാവങ്ങ് വെട്ടിക്കൂടെ, അതാകുമ്പോ ഈ ഇലയൊന്നും പറക്കണ്ടല്ലോ. ഒരു ഗുണമില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ തന്തനൊക്കെ ചോറ് തരുന്നില്ലേ? ഇത് കുറച്ച് കഴിഞ്ഞാൽ ചക്ക തരുമെന്ന് ഉറപ്പെങ്കിലും ഉണ്ട്. അങ്ങനെയാണെ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ചത്തുപോകുന്ന ഉറപ്പാണല്ലേ? അങ്ങനെയാണ് ഇപ്പഴേ ചത്തുപോയി. വല്ലതും പറഞ്ഞായിരുന്നോ? ഇലയടക്കുന്നടാ, പറക്കടാ അങ്ങോട്ട്. നോക്കിക്ക, ഇത് കഴിഞ്ഞ് മേലോട്ട് വാ, നിന്റെ കക്കൂസൊന്ന് കഴിവണം. അതിന്റെ ഇടയ്ക്ക് ബംഗാളിയിലും പഠിക്കു വെച്ച. ഇതെന്റെ മലയാളി കൂട്ടുകാരല്ലേ? ദോസ്തേ, നീയൊക്കെ എന്താ എന്റെ വീട്ടിൽ ചെയ്യുന്നത്? അത് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞുകൂടാത്തത്. എടാ സ്വന്തം വീട്ടിൽ ഒരു മുട്ടുസൂചി വേണ കുഞ്ഞെടുക്കാൻ വയ്യത്തോമ്പരടാ നീയൊക്കെ, എന്നിട്ട് എന്റെ വീട്ടിൽ ഒന്ന് ജോലി ചെയ്യുന്ന. ഇയാളെ സ്വന്തം വീട്ടിൽ നോ പറയാം, പക്ഷെ കൂട്ടുകാരന്റെ വീട്ടിൽ നോ പറയാൻ ഒരു കൂട്ടുകാരനെ കൊണ്ട് പറ്റത്തില്ലടാ. ഇയാളെ കൊണ്ട് അതെ, സമയമില്ല, ഇത് തീർത്തിട്ട് വേണം അടുത്ത കക്കൂസ് കഴിവാൻ. ഐസ്ക്രീമാ? എടാ എന്റെ ക്രീം. എന്നാ ഇതല്ലേ സബോളി? ഇത് എവിടെ തേക്കാ നിങ്ങക്ക്? തണുപ്പ് കൂടിയപ്പോഴേ കാലിന്റെ പിൻഭാഗം ഒക്കെ പൊട്ടുന്നു. തണുപ്പ് കൂടുമ്പോ ഉള്ളതാണല്ലോ നിങ്ങക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ. എന്താടാ? അല്ല അത് അവിടെ തേക്കുവോ? ഇത് തേക്കുമ്പോ അവിടെ എല്ലാം മോയ്സ്ചർ ആയിട്ടിരിക്കും. മോയിസ്ചർ? അതുമല്ല പൊട്ടിയ സ്കിന്നിൽ പെട്ടെന്ന് ശരിയാവുകയും ചെയ്യും. പിന്നെ തണുപ്പ് കാലത്ത് സ്കിന്നിന് വരുന്ന എന്ത് പ്രശ്നവും ഇത് വെച്ചാ പോകും. ഇതിപ്പോ ആര് പറഞ്ഞു തന്നു? ഇത് 1991 തൊട്ട് കേരളത്തിലുള്ള സാധനമാണ്. ഇനിയിപ്പോ ഇതൊക്കെ തേച്ചിട്ട് ഉടനെ പോകാനുള്ളേ? അങ്ങനെ ഉടനെ ഒന്നും പോന്ന ബോഡി അല്ലടാ ഇത്. ആണോ? പിന്നെ നിങ്ങൾ എന്റെ കൂട്ടുകാരെ വെച്ച് പണിയെടുപ്പിക്കുന്നതിന് ഈ ബോഡിയും വെച്ച് നിങ്ങൾക്ക് അങ്ങ് ചെയ്തൂടെ? അവിടെ പണിയെടുത്ത മതി. വാ, ഇത് ഞാൻ കാലിന്റെ പിൻഭാഗത്തോട്ട് തേക്ക്. രാജാവ്, നിനക്കൊന്നും വേറെ പണിയില്ലടാ? വേറെ കക്കൂസ് കഴിവാൻ പറഞ്ഞു, അതിലും നല്ല ഈ പണിയല്ലേ. നിങ്ങൾ എന്തിന് എന്റെ കൂട്ടുകാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന? അത്രക്ക് ഇതാണെങ്കിൽ നീ വന്നങ്ങ് ചെയ്യണം. ഞാൻ ചെയ്യാം. ഇങ്ങോട്ട് ഇടാല്ലോ. ഭയങ്കര കട്ടിയല്ലേ? തൊലിക്കല്ലേ? എന്തോ തൊലിക്കല്ലേ? തൊലിക്ക് തന്നെ. എന്നാലും അമ്മൂമ്മ എന്തിനാ അപ്പൊ 60ാമത്തെ വയസ്സിൽ ഡിവോഴ്സ് വാങ്ങിച്ചു പോയത്? അയ്യോ, അമ്മൂമ്മയായിട്ട് MIT രാത്രി കറക്കം. നൈറ്റ് റൈഡ് പോകാൻ പ്രായ ഒരു വിഷയമാണോടാ അല്ലേ അപ്പൂപ്പ? പിന്നെ എന്റെ അമ്മൂമ്മയായിട്ടല്ലേ ഇയാൾ കറങ്ങാൻ പോയത്? അപ്പുറത്തെ രാഹുലിന്റെ അമ്മൂമ്മയായിട്ടായിരുന്നു ഞാൻ കറക്കം. അവരുടെ മോൻ പിച്ചാന്റെ അടുത്ത് കേട്ടണ്ടായിരുന്നു. അതിരിക്കട്ടെ, നിന്റെ അമ്മൂമ്മ ഇപ്പൊ എന്തോ ചെയ്യുന്നത്? എന്റെ അമ്മൂമ്മ മരിച്ച ഈ പ്രായത്തിൽ എന്തിത്ര തിളപ്പ് മോനെ. പ്രേമത്തിനും കോഴിത്തരത്തിനും എന്തിന് അവിഹിതത്തിന് പോലും പ്രായമില്ല. നമുക്ക് ആരോട് വേണമെങ്കിലും ക്രഷ് ആവാം, പക്ഷെ നമ്മൾ ആരുടെ കൈകൊണ്ട് ക്രഷ് ആവാതിരുന്നാ മതി. ഓ, ഇത് സ്വർണ്ണലിപികളിൽ എഴുതി വെക്കണം. എവിടെ? ബസ് സ്റ്റാൻഡ് കക്കൂസ്. എന്റെ ഒരു കാര്യം.